നമ്മൾ കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ പ്രാണികളാണ് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത്. ഒരു 70-80% ഓഫ് അലർജീസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ നമ്മുടെ ഈവൻ ബെഡ്ഷീറ്റിലും ഫാബ്രിക്സിലും ഒക്കെ പെനിട്രേറ്റ് ചെയ്ത് ഇതിന്റെ ഈ ഫാബ്രിക്സിനിടയിൽ കയറിയിരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ നോർമൽ വാഷിങ്ങിൽ പോലും ഇത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് ആക്ച്വലി ഇതിനെ കൊല്ലാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇളം ചൂടുവെള്ളത്തിൽ 52 ഡിഗ്രി സെന്റിഗ്രേഡ് 60 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മാത്രമേ ഇതിന് നാശം ഉണ്ടാവുകയുള്ളൂ. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ഹ്യൂമിഡിറ്റി നമുക്കൊരു പരിധി കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം അത് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ആണ്. എവറി 3 ഡേയ്സ് നമ്മൾ പറയും എല്ലാ 3 ദിവസം കൂടുമ്പോഴും അലർജി ഉള്ള വീട്ടിലെ അലർജി കുട്ടികൾക്കും എല്ലാവർക്കും അലർജി ഉണ്ടെങ്കിൽ എവരി 3 ഡേയ്സ് നമ്മളിതെല്ലാം ചേഞ്ച് ചെയ്യുക. ഈ കാർപ്പറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യുക. ബെഡ്ഷീറ്റ് ആണെങ്കിലും കർട്ടൻസ് ആണെങ്കിലും ഒക്കെ മാറ്റുക എവരി 3 ഡേയ്സ്. അത് കഴുകുമ്പോഴും ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു 50-60 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളത്തിൽ കഴുകുക. അതേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ. സെക്കൻഡ് തിങ്, ഈ പൊടിപടലങ്ങൾ മാക്സിമം നമ്മൾ വെറ്റായിട്ട് തന്നെ, വെറ്റ് മോപ്പിംഗ് നമ്മൾ പറയും. ഈ ചൂല് വെച്ച് തൂക്കാതെ അത് വെറ്റായിട്ട് തന്നെ മോപ്പ് ചെയ്യുക. അല്ലെ ചൂല് വെച്ച് തൂത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും മുകളിലോട്ട് വരും. പിന്നെ ഈ ചൂടത്ത് നമ്മൾ ഫാൻ ഇട്ട് കഴിയുമ്പോൾ ഇത് കടന്ന് വീണ്ടും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും അലർജി എക്സ്പോഷർ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, AC-യുടെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക. അത് കറക്റ്റായിട്ട് AC-യുടെ ഫിൽറ്റർ ഒരു 3 monthsോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച്, കൂടുതൽ യൂസ് ചെയ്യുവാണ് അതിലും പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടി വരും. സ്പ്ലിറ്റ് AC ഒക്കെ ആകുമ്പോൾ റൂമിന്റെ ആണെങ്കിലും കാറിന്റെ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? അതെ. ഇത് കാരണം അഗെയിൻ കാർ പിന്നെ നമുക്ക് അത്രയും പ്രൊലോങ്ഡ് നമ്മൾക്ക് എക്സ്പോഷർ വരുന്നില്ല. വീട്ടിൽ നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്നു. ഇപ്പോഴത്തെ വീട്ടിൽ ഓൾമോസ്റ്റ് ഈവൻ EMI എടുത്തിട്ടാണ് ആൾക്കാർ AC മേടിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം അത്രയ്ക്ക് ചൂടാണ് നമ്മുടെ ഇവിടെ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ AC രാത്രിയിലൊക്കെ ഫുൾ ടൈം യൂസ് ചെയ്യും. അപ്പം ഇത് അഗെയിൻ ക്ലീനിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വൺ ഓഫ് ദ അൺറെക്കഗ്നൈസ്ഡ് കോസ് ആണ് അലർജി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്ന പെറ്റ്സ് പലർക്കും നമ്മളിപ്പോൾ പേഷ്യൻസ് വരും, ശ്വാസം മുട്ടൽ മരുന്നെല്ലാം കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്, ശ്വാസം മുട്ടൽ കൂടി എന്നൊക്കെ പറഞ്ഞു വരും. നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ പെറ്റ്സ് എക്സ്പോഷർ ഉണ്ട്. പെറ്റ്സിനെ മാറ്റുക എന്ന് വെച്ചാൽ പലരും പെറ്റ്സിനെ സ്വന്തം ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കും. ചിലരെങ്കിലും നമ്മളുടെ ബെഡില് പെറ്റ്സിനെ അങ്ങനെ ശീലിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഭയങ്കര വൻ ഡേഞ്ചർ ആണോ? അതെ, എന്ന് വെച്ചാൽ അഗെയിൻ പെറ്റ്സിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെറ്റ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പൂച്ചയാണ് കൂടുതൽ പ്രശ്നമുണ്ട്. എവരിത്തിങ് ഈസ് ഡേഞ്ചറസ്, ബട്ട് പൂച്ചയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഇതിന്റെ അഗെയിൻ ഫർ അതിന്റെ ആ പൂട പോലത്തെ സാധനങ്ങൾ പൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതൊരു പെർസിസ്റ്റന്റ് ഇറിറ്റന്റ് ആണ്. നമുക്ക് മാക്സിമം ഭയങ്കര സിവിയർ അലർജി ഉള്ള ആൾക്കാരെ നമ്മൾ പെറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയും. അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ ബെഡിൽ കയറ്റുക മാത്രമല്ല, ഫാമിലി ഹൗസിൽ തന്നെ മാറ്റാനേ നമുക്ക് ഫസ്റ്റ് അഡ്വൈസ് കൊടുക്കുകയുള്ളൂ. പക്ഷെ പലർക്കും പറ്റാത്ത സിറ്റുവേഷൻ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുളിപ്പിക്കുക, അറ്റ്ലീസ്റ്റ് ഷാമ്പു ഒക്കെ ഇട്ട് തന്നെ കുളിപ്പിക്കുക. സോ ദാറ്റ് ഇത് അലർജൻ ഷെഡ് ചെയ്യുന്നതിന്റെ അളവ് കുറച്ചൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് വൺ മോഡ് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അഗെയിൻ നമ്മൾ ഭയങ്കര ഇറിറ്റന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് കൂടുതൽ മണം കിട്ടട്ടെ എന്നോർത്ത് കൂടുതൽ പെർഫ്യൂംസ്, എസ്പെഷ്യലി ക്ലോസ്ഡ് സ്പേസിൽ നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുവാണെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു അക്യൂട്ട് അറ്റാക്ക് ഓഫ് ആസ്മ വരെ ഉണ്ടാക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ പുകയുടെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഈ അടുപ്പിലുണ്ടാകുന്ന പുകയും അതുപോലെ തന്നെ ഡേഞ്ചർ ആയിരിക്കണമല്ലോ? അതെ, തീർച്ചയായിട്ടും. അത് നമ്മൾ ഇപ്പം ആസ്മ പോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതിലും വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് COPD എന്നൊരു അസുഖം. അപ്പോൾ COPD എസ്പെഷ്യലി നമ്മൾ COPD എപ്പോഴും പുകവലിക്കാരിൽ കാണുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽസിൽ COPDയുടെ അളവ് വളരെ കൂടുതലാണ്. അത് കേരളത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ പിന്നെ നമ്മൾ പലരും ചോറ് വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിറകടുപ്പ് ഉപയോഗിക്കുന്നത്. ബാക്കി മിക്കവരും കുക്കിംഗ് ഗ്യാസ് ഉണ്ട്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും അവർ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കൗഡങ് ചാണകം കത്തിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ സിഗരറ്റിന്റെ പോലെ തന്നെ ഡേഞ്ചറസ് ആണ്. കാരണം ഇതിനകത്ത് ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ളിൽ വന്ന്, സ്മോക്ക് ഉള്ളിൽ വന്ന് ശ്വാസം മുട്ടൽ ഉണ്ടാക്കും, ലങ് ക്യാൻസർ ഉണ്ടാക്കാം. ഇത് അകത്ത് കത്തിക്കുമ്പം കൂടുതൽ സ്മോക്ക് അകത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. മനസ്സിലായി. ഓക്കെ, ഇത് നമ്മൾ കൊച്ചിക്കാർക്ക്
വൈകുന്നേരം ഒരു 5 മണി 5:30 ആയി കഴിഞ്ഞ് ഇവിടെ കൊതുകിന്റെ മറ്റേ വളം ഇട്ടിട്ട് വളർത്തുന്ന പോലെയാണ് കൊതുകുകൾ ഇങ്ങനെ പെരുകി നമ്മളെ ആക്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ മോസ്കിറ്റോ കോയിൽസ് കത്തിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് നമ്മൾ 6 മണി തൊട്ടേ കത്തിച്ചിട്ടിട്ട് പിന്നെ ഓഫ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും. ഇപ്പോൾ ഈ മോസ്കിറ്റോ കോയിൽസ് അല്ലെങ്കിൽ അഗർബത്തീസ്, ഗുഡ് നൈറ്റ് പോലുള്ള ഇലക്ട്രിക് കോയിൽസ്, ഇതൊക്കെ നമ്മുടെ ലങ്സിനെയും നമ്മളുടെ അലർജി വരാനുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ടോ ഭയങ്കരമായിട്ട്? എസ്പെഷ്യലി അത് നമ്മുടെ മോസ്കിറ്റോ കോയിൽസ് ആണ് കൂടുതൽ ഡേഞ്ചറസ്. കാരണം അതും നമ്മൾ ചെറിയ റൂമിൽ കത്തിച്ചു വെച്ചാൽ ഭയങ്കര സ്മോക്ക് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അത് സിഗരറ്റിന്റെ അടുത്തനെ തന്നെ ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസും പലതും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മളെ മോസ്കിറ്റോ ഫ്ലൂയിഡ് ആണെങ്കിൽ തന്നെ, നമ്മുടെ ഈ ഗുഡ് നൈറ്റ് പോലത്തെ മോസ്കിറ്റോ ഫ്ലൂയിഡ് ആണെങ്കിൽ തന്നെ അഗെയിൻ അത് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ തന്നെ, കോയിലിന്റെ അത്രയും ഡേഞ്ചറസ് അല്ലേ പോലും, അത് നമ്മൾ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് കണക്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതിന്റെ നമുക്ക് അതിന്റെ ഫ്രാഗ്രൻസ് കിട്ടുന്ന രീതിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് അലർജി ഉള്ള ആൾക്കാരിൽ പ്രശ്നം ഉണ്ടാക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് കണക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ആ റൂമിൽ അവോയ്ഡ് ചെയ്യുക, ആ സമയത്ത് അങ്ങോട്ട് പോകാതിരിക്കുക. അതാണ് ചെയ്യണം. കൊതുകിന് പിന്നെ നമുക്ക് കൊതുകിനെ മാറ്റാൻ പറ്റുന്ന കൊതുക് വല കെട്ടുക എന്നുള്ളതാണ്. കൊതുക് വല കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അലർജിക് സാധനങ്ങൾ അതിനകത്തൊന്നും പൊടിയും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർഡ് ടു ഓൾ അതർ മെത്തേഡ്സ് നമുക്ക് മോസ്കിറ്റോ റിപ്പല്ലന്റ് ഫ്ലൂയിഡ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനും അതിൻ്റെതായ ഡേഞ്ചറസ് ഉണ്ട്. നമ്മൾ അതിന്റെ ഫ്രാഗ്രൻസ് കൂടിയതും കുറഞ്ഞതും ഉണ്ട്. കൂടുതൽ സ്മെല്ല് കിട്ടുന്ന സാധനം യൂസ് ചെയ്യാതിരിക്കുക. അത് പലർക്കും എസ്പെഷ്യലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അലർജി കൂട്ടാൻ അത് മതി. പിന്നെ ഒരിക്കലും അത് ഈ മോസ്കിറ്റോ റിപ്പല്ലന്റ് ഒരു പരിധി കൂടുതൽ നമ്മളൊരു അക്യൂട്ട് ആസ്മ ഉണ്ടാക്കുന്ന രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷെ കോയിൽസ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം അത് കോയിൽസ് ആണല്ലോ, അഗർബത്തിയാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ഒരു പ്രീസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അമ്പലത്തിലെ പൂജാരി, ഇതൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചെറിയ സ്പേസിൽ കത്തിക്കുമ്പോഴാണ് മെയിൻ പ്രശ്നം. പൂജാമുറിയിൽ നമ്മൾ അഗർബത്തി കത്തിക്കുമ്പോഴും ഒക്കെ ഇതേ ഇഷ്യൂസ് വരാം. ഇതിപ്പോ നേരത്തെ ഡോക്ടർ ബെഡ്ഷീറ്റ് മാറ്റുന്ന കാര്യം പറഞ്ഞല്ലോ, വൺസ് ഇൻ എ വീക്കെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റണം, 3 ഡേയ്സ് മാറ്റണം. 3 ഡേയ്സ് മാറ്റണം. ഇത് ബെഡ്ഷീറ്റും പില്ലോസും പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഡെയിലി കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടവൽ ഉണ്ടല്ലോ, ഈ ടവൽസ് എത്ര ദിവസം കൂടുമ്പോൾ മാറ്റണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഡോക്ടേഴ്സ്? ടവൽസും ഡെയിലി തന്നെ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിനകത്ത് ഈ ടവൽസ് നമ്മൾ എത്ര കഴുകിയിട്ട് വെച്ചാലും ഒരു ഈർപ്പമയം ഉണ്ടാകും. അപ്പം അത് ഈർപ്പം നിൽക്കുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവം. ലൈക്ക് അതിനകത്താണ് ഈ ഫംഗൽ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അതും നമ്മൾ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതും ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയിടുക. ജസ്റ്റ് ലൈക്ക് നമ്മുടെ കോമൺ യൂസ് ചെയ്യുന്ന നമ്മുടെ പില്ലോ പോലെ തന്നെ നമ്മൾ തോർത്തും ടവൽസും ഒക്കെ കാണേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സമ്മർ സീസണിലാണ്. ഇപ്പോൾ ഇലക്ട്രിക് ഷോപ്പുകളിൽ AC-യുടെയും ഈ പറഞ്ഞ കൂളർമാരുടെയും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഈ മന്താണെന്നാണല്ലോ യൂഷ്വലി പറയുന്നത്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളുടെ അലർജി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് AC ഇട്ട് കിടന്നുറങ്ങുന്നതാണോ അല്ലെങ്കിൽ ഫാൻ ഇട്ട് കിടന്നുറങ്ങുന്നതാണോ നിങ്ങൾ യൂഷ്വലി ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുക? അല്ല, AC-യുടെ ഒരു ഫാൻ പ്രിഫറബിളി നമ്മൾ എസ്പെഷ്യലി പൊടിയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫാൻ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കത്തേ ഉള്ളൂ, ഈ പൊടി കൂടുതൽ സ്പ്രെഡ് ആക്കത്തേ ഉള്ളൂ. AC ഒരു തീരെ ലോ ടെമ്പറേച്ചർ അല്ല, ഒരു 24-25 ഡിഗ്രീസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ വെൽ മെയിൻറ്റെയിൻഡ് AC. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് പ്രോപ്പർലി സർവീസിങ് കഴിഞ്ഞ് ഫിൽറ്ററും ഒക്കെ മാറ്റി AC ആണെങ്കിൽ, ആൻഡ് അഫോർഡബിലിറ്റി ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. നമുക്ക് ഒരു 24 താഴെ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ എയർ ഉള്ളിൽ വരാനും കോൾഡ് എയർ എക്സ്പോഷർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഒരു ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത് നമുക്ക് AC യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ.